അപ്പോൾ എല്ലാവർക്കും ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലിവർപൂളിൻ്റെ ടാക്റ്റിക്കൽ അനാലിസിസ്, പ്രത്യേകിച്ച് എഗെയിൻസ്റ്റ് ക്രിസ്റ്റൽ പാലസ്. ഒരു പക്ഷേ ആർനെ സ്ലോട്ട് നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ടാവും. മിക്കവാറും ഈ ഒരു രീതിയിലായിരിക്കും ഇനി അടുത്ത ഒരു സീസണിൽ 25-26 സീസണിൽ ലിവർപൂളിൻ്റെ പ്ലേ ഉണ്ടാവാൻ പോകുന്നത് എന്നായിരിക്കും മിക്കവാറും ആ ഒരു മത്സരത്തിൽ ആർനെ സ്ലോട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയുന്ന പോലെ ഈ ഒരു പൊസിഷനിലാണ് ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്തത്. പേപ്പറിൽ ഈ ഒരു പൊസിഷനാണ് 4-3-3 എന്നോ 4-2-3-1 എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പക്ഷേ ബേസിക്കലി ഇതാണ് ലിവർപൂളിൻ്റെ ഫോർമേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഓവറോൾ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഫോർമേഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കാണുന്നതാണ് ലിവർപൂളിൻ്റെ ഒരു ഓവറോൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കളി മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് ഫോർമേഷൻ, ഓവറോൾ ഫോർമേഷൻ ആവറേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കളി തുടങ്ങിയ സമയത്ത് തന്നെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, ആ ഒരു കളിയിൽ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പന്ത് തട്ടിയത് മുതൽ നമുക്ക് മനസ്സിലാകുന്നത് ലിവർപൂളിന് ഇടതുഭാഗത്തേക്കുള്ള ഒരു ചായ്വ്. അപ്പോൾ ആ ഒരു ചായ്വ് നമുക്ക് ഈ ഒരു ആവറേജ് ഫോർമേഷനിൽ നമുക്ക് മനസ്സിലാവും. ബേസിക്കലി നമ്മളെ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് സൊബോസ്ലോയും ജോൺസ് ബേസിക്കലി സെൻട്രലാണ്. ഓക്കെ, സൊബോസ്ലൈ ഓൾമോസ്റ്റ് ലെഫ്റ്റ്. നമ്മളെ നമ്പർ 10 വേർഡ്സ് ഏകദേശം ഈ ഒരു പൊസിഷനിൽ കളിക്കേണ്ടിയിരുന്നത് നമ്മൾ നമ്പർ 10 ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ട്. എക്കിറ്റിക്ക് സെൻറ്റർ ഫോർവേഡാണ് പുള്ളിക്കാരൻ. ചെങ്ങായിരെ ഫോർമേഷൻ ആവറേജ് ഫോർമേഷൻ വന്നേരം അതും ലെഫ്റ്റ്. ഗാക്പോ ആൻഡ് കെർക്കേഴ്സ് നമുക്കറിയാം, രണ്ടുപേരും ലെഫ്റ്റിൽ കളിക്കുന്നവരാണ്. നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിംഗ്പോങ് ആൻഡ് സാല, അതുകൂടാതെ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഗ്യാപ്പ്. കളി കണ്ട എല്ലാവർക്കും മനസ്സിലായി, ഏകദേശം എല്ലാ പേരുടെയും മനസ്സിൽ ആ ഒരു കളി അവസാനിച്ചതിന് ശേഷം, ഇൻക്ലൂഡിങ് മീ, ഞാൻ ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാലക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാലയുടെ ടച്ച് എനിക്ക് തോന്നുന്നു 24-25 ടോട്ടൽ ടച്ചാണ് ആ ഒരു മത്സരത്തിൽ മുഴുവൻ സാല കളിച്ചിട്ടും 25 ടച്ചാണ് സാലക്ക് എടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ കളി കണ്ടവർക്ക് മനസ്സിലാവും ലിവർപൂളിൻ്റെ റൈറ്റ് ഭാഗത്തേക്ക് കളി വന്നിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് പ്രൂവ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. കെർക്കസ് പുള്ളിക്കാരൻ്റെ പൊസിഷനാണ് അവിടെ. ഗാക്പോ അതും പുള്ളിക്കാരൻ്റെ പൊസിഷനാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ജോൺസും സൊബോസ്ലൈയും, അതുകൂടാതെ നമ്മളെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ നമ്പർ 10 വേർഡ്സും, അതുകൂടാതെ നമ്മൾ സെൻറ്റർ ഫോർവേഡ്. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു കോർണർ, പെനാൽറ്റി ബോക്സിൻ്റെ ഈ ഒരു കോർണറിൽ നമ്മളെ 6 പ്ലെയേഴ്സാണ്. ഇത് കളിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 70% കളിയിൽ ഈ ഒരു പൊസിഷനായിരുന്നു നമ്മളെ പ്ലെയേഴ്സ് കീപ്പ് ചെയ്തിരുന്നത്. അത് നമ്മൾ കളി റെസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ബോൾ പിറകോട്ട് കൊടുത്തു കഴിഞ്ഞാലും ജോൺസ് ബോൾ വാങ്ങിയിട്ട് പിന്നെ ആദ്യം ലെഫ്റ്റിലേക്ക് തന്നെ വരുന്നതാണ് നമുക്ക്. ജോൺസ് ബോൾ വാങ്ങി പിന്നെ ആദ്യം ലെഫ്റ്റിലേക്ക്. അതുകൂടെ നമുക്ക് കാണുന്നുണ്ട് ഇവിടെ വേർഡ്സ് ലെഫ്റ്റിലേക്ക് ഇറങ്ങി കളിക്കുന്നത്. ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ക്രിസ്റ്റൽ പാലസിൻ്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ അവരെ 3 സെൻറ്റർ ബാക്ക്, അതുകൂടാതെ അവർ 2 വിങ് ബാക്കും ഭയങ്കര നാരോ ആയിട്ടാണ് കളിച്ചിരുന്നത്. ലിവർപൂളിന് അധികം സ്പേസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കളിയിൽ. അത് വൺ ഓഫ് ദ മേജർ റീസൺ. അവരൊരു കോമ്പാക്റ്റ് ഡിഫെൻഡിങ് ലിവർപൂളിന് ഭയങ്കരമായിട്ട് ഇതുകൊണ്ട് ഒരു പ്രോബ്ലം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാരണം ഉണ്ടായിരുന്നു, നമുക്കിവിടെ കാണാം സാല കൈ പൊക്കിയിട്ട് വിളിക്കുന്നു, ആരും നോക്കുന്നവരില്ല അപ്പോൾ സാലേനെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ രണ്ടാമത്തെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സൊബോസ്ലൈയാണ് ഇവിടെ നിന്ന് ബോൾ സ്വീകരിക്കുന്നത്. അപ്പം വേർഡ്സ് ഇറങ്ങി വരുന്നതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടോ. അപ്പം ഇതാണ് ലിവർപൂളിൻ്റെ ഒരു ആവറേജ് ഫോർമേഷൻ ഓവറോൾ മാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരു നമ്മളെ നാട്ടിൽ കാസർഗോഡ് ഭാഗത്തൊക്കെ ചെറുപ്പ് എന്ന് പറയും, ഇങ്ങനെ ചെറുപ്പാക്കി കളിച്ചാൽ ബാക്കി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ
റൈറ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ കാണാം ഫ്രിംപോങ് എവിടെയാണ്, സാല എവിടെയാണ്. അപ്പം ഇത്രയും സ്പേസ് നമ്മൾ ബിക്കോസ് ഓഫ് ദിസ്, അതായത് ഈ ലെഫ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് നമ്മളെ പ്ലെയേഴ്സ് അവരുടെ പ്ലെയേഴ്സ് എല്ലാം ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ റൈറ്റ് സൈഡിൽ ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യം, സാലയും നല്ല സ്പീഡിലെ പ്ലെയറാണ്, ഫ്രിംപോങ്ങും നല്ല സ്പീഡിലെ പ്ലെയറാണ്. ഫിസിക്കാലിറ്റി കുറവാണെങ്കിലും പുള്ളിക്കാരന് നല്ല സ്പീഡുണ്ട്. അപ്പോൾ ലിവർപൂളിൻ്റെ രണ്ടാമത്തെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ, കളിയെല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് മെനയുന്നുണ്ടെങ്കിലും റൈറ്റ് സൈഡിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടീമാണ് ലിവർപൂൾ. എസ്പെഷ്യലി ബാക്കിൽ വാൻ ഡൈക്കിന് ലോങ് ബോൾ കൊടുക്കാനുള്ള നല്ല കഴിവുണ്ടായതുകൊണ്ട്. അപ്പം അതിൽ കൂടിയാണ് നമ്മളെ രണ്ടാമത്തെ ഗോൾ വന്നത്. ആദ്യത്തെ ഗോൾ നമുക്കറിയാം വന്നത് ലെഫ്റ്റ് സൈഡിലൂടെ മാത്രമാണ്. ഇപ്പോൾ ഞാനൊരു ഓപ്റ്റ അനലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ മനസ്സിലാവും 24ഓളം ടച്ചുകളാണ് ലിവർപൂൾ ആദ്യത്തെ ഒരു ഗോൾ അടിക്കാൻ എടുത്തത്. അതിൽ എല്ലാം ലെഫ്റ്റ് സൈഡിൽ ആ ഒരു കോർണർ, പെനാൽറ്റി ബോക്സിൻ്റെ ആ ഒരു കോർണറിനാണ് ഏറ്റവും കൂടുതൽ ടച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗോൾ ഇങ്ങനെ വന്നു, അതായത് ലിവർപൂളിൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി, ഈ ഒരു കളിയിൽ ഉപയോഗിച്ച അതേ മെയിൻ സ്ട്രാറ്റജിയിൽ ആ ഒരു സ്ട്രാറ്റജിയിലൂടെ ലിവർപൂളിന് ഫസ്റ്റ് ഗോൾ വന്നു. രണ്ടാമത്തെ ഗോള് ലിവർപൂളിൻ്റെ രണ്ടാമത്തെ സ്ട്രാറ്റജിയിൽ ഒരുങ്ങി നമുക്ക് ടാക്ടിക്സ് എന്ന് പറയാം. അതായത് ആ റൈറ്റ് സൈഡിലെ സ്പേസ് യൂസ് ചെയ്യൽ ത്രൂ ലോങ് ബോൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലാവും നമ്മളെ നമ്പർ 10 വേർഡ്സ് ഇങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പിറകിലോട്ട് ഇറങ്ങി ബോൾ വാങ്ങുന്നുണ്ട്. അതുകൂടാതെ നമ്മളെ സൊബോസ്ലൈ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജോൺസ് ഈ ഒരു സ്പേസിലേക്ക് വന്നു. അപ്പോൾ നമ്മളെ 3 മിഡ്ഫീൽഡർമാരും ഈ ഒരു സ്പേസിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സാലയുടെ പൊസിഷനിങ് കൂടി നോക്കാം. സാല ആദ്യം ഇവിടെ വൈഡ് പൊസിഷനിലാണ് ഉണ്ടായത്. പക്ഷെ പെട്ടെന്ന് സാല ഉള്ളിലോട്ട് കയറി വന്ന സമയത്ത് സാലനെ മാർക്ക് ചെയ്യുന്ന ഒബ്വിയസ്ലി അവരെ ലെഫ്റ്റ് വിങ് മിച്ചലും സാലയുടെ കൂടെ ഉള്ളിലോട്ട് വന്നു. ആ സമയത്ത് നമ്മളെ റൈറ്റ് ബാക്ക് ഫ്രിംപോങ്ങിന് കിട്ടിയ പൊസിഷൻ സ്പേസ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. കളർ മാറ്റാം, ഇത്രയും സ്പേസാണ് ഫ്രിംപോങ്ങിന് ഓടാൻ വേണ്ടി കിട്ടിയത്. നമ്മളെ രണ്ടാമത്തെ ടാക്ടിക്സ് എന്ന് പറഞ്ഞ് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യുമെന്നാണ്. അത് കൃത്യമായി സൊബോസ്ലൈയുടെ ബോള് ഫ്രിംപോങ്ങിന് കിട്ടി. ചങ്ങായി പാസ് കൊടുത്തതാണ്, ക്രോസ് കൊടുത്തതാണ് അത്. പക്ഷേ നല്ല ഉള്ളിൽ കയറിപ്പോയി, എന്താ പറയണ്ട, ഒരു നല്ല ഗോൾ എന്ന് പറയാം നമുക്ക്. അപ്പം ഇതാണ് ലിവർപൂളിൻ്റെ രണ്ടാമത്തെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് പണി പറ്റിയത്, അല്ലെങ്കിൽ സാലയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സാലയുടെ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ സാലയുടെ ഒരു കളി എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയതാണ്. സാലയുടെ കളി എന്ന് പറഞ്ഞാൽ സാല അധിക മത്സരത്തിലും സാല വൈഡായിട്ടായിരിക്കും കളിക്കില്ല. അതിനുശേഷം ബോള് കാലിൽ കിട്ടിക്കഴിഞ്ഞാൽ സാല പ്ലെയേഴ്സിനെ ഓവർടേക്ക് ചെയ്യും, ഡ്രിബിൾ ചെയ്യും. ഈ ഒരു പെനാൽറ്റിയുടെ ഈ ഒരു കോർണർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് പോസ്റ്റിലേക്ക് അടിക്കില്ല. അതാണ് സാലയുടെ ഏറ്റവും കൂടുതൽ ഗോള് സാല ഷോട്ട് ചെയ്തിട്ടുള്ളതും ഗോളാക്കിയിട്ടുള്ളതും ഈ ഒരു സെയിം ഗെയിം പ്ലാനിലായിരുന്നു. അപ്പോൾ സാല ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് പിറകിൽ വരുന്ന സ്പേസിൽ നമുക്കറിയായിരുന്നു അലക്സാണ്ടർ ആർണോൾഡ് അല്ലെങ്കിൽ ചില കളികളിൽ ബ്രാഡ്ലി ഒക്കെ ഇങ്ങനെ ഓവർലാപ്പ് കയറുന്നുണ്ട് സാല പന്ത് ഇങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു സ്പേസിലേക്ക്. ആ ഒരു കളിയൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സാല സ്വന്തമായിട്ട് ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുമായിരുന്നു ഉള്ളിലേക്ക് കയറി വന്നതുകൊണ്ട്. സാലയ്ക്ക് ആ ഒരു സാലയ്ക്ക് ആ ഒരു സ്പേസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാല ഓൾവേസ് ഈ ഒരു ഭാഗത്തായിരുന്നു. അതുകൂടാതെ ഫ്രിംപോങ്ങും ഏകദേശം സാലയുടെ ആ ഒരു എന്താണ് ഒരു സിങ്കിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ ആ രണ്ടാമത്തെ ഗോൾ നമുക്ക് വരാൻ കാരണം സാല ഉള്ളിലേക്ക് വന്ന സമയത്ത് ഇവിടെ വന്ന ആ ഒരു സ്പേസിൽ ഫ്രിംപോങ് കയറി ഗോൾ അടിച്ചു. അപ്പം സാലയ്ക്ക് മുന്നേ കഴിഞ്ഞ സീസണിൽ കളിച്ച ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു നാക്ക് ഈ കളിയിൽ കിട്ടിയിട്ടില്ല. മേ ബി നമ്മളെ 4 പുതിയ സൈനിങ്സിൻ്റെ 4 പേരും ഫസ്റ്റ് 11 കളിച്ചത് കൊണ്ടായിരിക്കാം
ആ ഒരു സിങ്കിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലിവർപൂൾ ഗോൾ അടിച്ചതൊക്കെ കണ്ടു. അതുകൂടാതെ ലിവർപൂളിന് ഗോൾ വീണത് ബാക്കിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അവരെ ട്രാൻസിഷനൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. അവർ നല്ല സ്പീഡി പ്ലെയേഴ്സ് ആയിരുന്നു അപ്പ് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്കൊന്നും നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം ക്രിസ്റ്റൽ പാലസ് ഗോൾ അടിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ പാലസിനൊരു മോശം രീതിയിൽ പറയുന്ന പോലെയാവും. അല്ല, അവരെ ക്രിസ്റ്റൽ പാലസിൻ്റെ ഫ്രണ്ട് ലൈൻ നല്ല സൂപ്പർ കളിയായിരുന്നു ആ കഴിഞ്ഞ മത്സരത്തിൽ. എസ്പെഷ്യലി സാറൊക്കെ കിട്ടില്ല കളിയായിരുന്നു. പക്ഷേ വേറൊരു റീസണും കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ലിവർപൂളിൻ്റെ ഈ ഒരു മത്സരത്തിൽ ഒരു ചെറിയൊരു ഡൗൺ ആവാൻ കാരണം എന്നുള്ളതിൻ്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ്സിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങും നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനോട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നമ്മൾ ഡിയാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സെൻട്രൽ ഫോർവേഡിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതുകൂടാതെ നമ്പർ 10 സൊബോസ്ലൈ ആയിരുന്നു. അപ്പം ഡിയാസും സൊബോസ്ലൈയും കളി തുടങ്ങിയത് മുതൽ അവസാനം വരെ മരിച്ച് പ്രസ് ചെയ്യുന്ന 2 പേരായിരുന്നു. അതുകൂടാതെ നമ്മൾ രണ്ടാമത് സബ് ഇറങ്ങുന്ന ന്യൂനസ് ആയാലും മരിച്ച് പ്രസ് ചെയ്യുന്ന ആ ഒരു 2 പ്ലെയേഴ്സിനാണ് ലിവർപൂളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഫ്രണ്ടിൽ. ഇപ്പം ഇന്നലെ വന്ന നമ്പർ 10 ഇറങ്ങിയ വേർഡ്സും സെൻറ്റർ ഫോർവേഡിൽ കളിച്ച എക്കിറ്റിക്ക് അവരിൽ നിന്ന് ആ ഒരു പ്രസ്സിങ്ങിൻ്റെ ഔട്ട്പുട്ട് ലിവർപൂളിന് കിട്ടിയിട്ടുണ്ടായില്ല. മേ ബി ഈ ഒരു ടാക്ടിക്സ് ചേഞ്ച് ചെയ്ത് കൊണ്ടായിരിക്കാം ആ ഒരു ഔട്ട്പുട്ട് കിട്ടാത്തതെന്ന് നമുക്ക് വിചാരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബേൺമൗത്തിനോട് കളിക്കുന്നത് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഈ ഒരു ടാക്ടിക്സ് തന്നെ ആയിരിക്കുമോ ഇനി വരാൻ പോകുന്ന ഒരു ഫുൾ സീസണിൽ ലിവർപൂൾ ഫോളോ ചെയ്യൽ, അല്ല എന്തെങ്കിലും ചേഞ്ച് വരുത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് ബേൺമൗത്തിനോടുള്ള ആ കളിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിവർപൂളിൻ്റെ ഒരു ടാക്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആ കളി കണ്ടതിന് ശേഷം? എന്തെങ്കിലും ഈ ഒരു ചേഞ്ച് ഏതിലൊക്കെ ചേഞ്ച് വരുത്തണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.